കുളത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ചാലിൻ്റെയും ഒരു സാധ്യത ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ കാണുന്ന ഈ റോഡിലൂടെ മാത്രമേ ഈ മേഖലയിൽ നിന്നും കുട്ടിയുടെ വീട്ടിലേക്കെല്ലാം പോകുന്ന വഴിയായിരിക്കാം. ഒരു പക്ഷേ ഇവിടെ ആ കുട്ടിക്ക് വരികയാണെങ്കിൽ തന്നെ ഈ റോഡിലൂടെ തന്നെ വേണം വരാൻ. പക്ഷേ ഇവിടെ നിന്ന് ഈ കുളത്തിലേക്ക് കയറാൻ ഈ കാണുന്ന വലിയ ചാല് കാണുന്നില്ലേ, ഈ ചാല് മറികടന്നേ സാധിക്കൂ. ഇതിനു വേണ്ടി ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് അരികിലായിക്കൊണ്ട് ചെറിയ ഒരു പാലം പോലെയുണ്ട്. പക്ഷേ അതും മുതിർന്ന ആളുകൾക്ക് മാത്രമേ ശ്രദ്ധിച്ച് കടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ ചെറിയ കുട്ടികളെ കൊണ്ട് അത് ചാടിക്കടക്കാനോ അല്ലെങ്കിൽ അത് മറികടക്കാനും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് തന്നെയാണ് സുമേഷ് അച്യുതൻ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അത് വളരെ ചെറിയൊരു സ്ലാബാണ്. ആ സ്ലാബിലൂടെ മറികടക്കാൻ കുട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് നമുക്കൊരു 90% അത്തരത്തിൽ തന്നെ വിശ്വസിച്ചേ കഴിയുകയുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. ഈ കാണുന്ന വഴിയിലൂടെ ഒരു പക്ഷേ വന്നതായിരിക്കാം. പക്ഷേ എങ്കിലും ഈ ചാല് മറികടക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കുട്ടിയെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കുളത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറത്തുള്ള ഭാഗത്താണ്. ഇവിടെ ഈ ചാല് മറികടക്കാനുള്ളത് ആകെ ഈ ചെറിയ 2 സ്ലാബാണ്. ഇതിലൂടെ മറികടക്കാൻ നമുക്ക് മുതിർന്ന ആളുകൾക്ക് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഈ വഴിയിലൂടെ കുട്ടി എങ്ങനെ വരാനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്ന കാര്യം. ഇത് വലിയ രീതിയിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആളുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമെല്ലാം കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ കാണുന്ന പൊട്ടക്കുളത്താണ് കുട്ടിയുടെ മൃതദേഹം കാണുകയും ചെയ്യുന്നത്. ഇവിടേക്ക് വന്നാൽ തന്നെ പിന്നീട് ഇവിടെ ഈ തിട്ടെല്ലാം മറികടന്ന് ഇവിടെയുള്ള കടവെല്ലാം മറികടന്ന് വേണം അപ്പോഴും ആ കുളത്തിലേക്ക് എത്താൻ. എന്താണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം തന്നെ നടക്കണം. ആർക്കും തന്നെ ഒരു വിവരവും കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇവിടെ.